നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FYUGP ഒന്നാം സെമസ്റ്റർ BCom മാനേജ്മെൻറ്റ് സ്റ്റഡീസ് വിദ്യാർത്ഥികളുടെ AEC എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് മലയാള സാഹിത്യ വിചാരം എന്ന പേപ്പർ, അതിലെ എന്നെ പാണൻ എന്ന് വിളിക്കരുത്, ആ പാഠഭാഗത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. 2 മാർക്കിൻ്റെ ചോദ്യം, അതുപോലെ തന്നെ 6 മാർക്കിൻ്റെ ചോദ്യം, 10 മാർക്കിൻ്റെ ചോദ്യം, ഓരോന്നും നമുക്ക് എന്തൊക്കെ ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ക്ലാസ് എന്നെ പാണൻ എന്ന് വിളിക്കരുത് എന്ന് പറയുന്ന ഫുൾ ക്ലാസ് നമ്മൾ വീഡിയോ ആയിട്ട് മുമ്പേ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ താഴെ ഫസ്റ്റ് കമൻ്റായിട്ട് അത് പിൻ ചെയ്ത് വെക്കാം. ആദ്യം ആ ക്ലാസ് കേട്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക കേട്ടോ. അപ്പോൾ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, 2 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുമ്പോൾ 2ഓ 3ഓ വാക്യത്തിലാണ് ഉത്തരം എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. അപ്പോൾ എന്നിലേക്ക് ഇരുട്ട് അരിച്ചിറങ്ങാൻ തുടങ്ങും, ലോകം ഒരു ഇരുട്ടായി എന്നെ ചുറ്റി വരിയും. കുഞ്ഞാമൻ ഏത് സന്ദർഭത്തെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്? അപ്പോൾ എന്നിലേക്ക് ഇരുട്ട് അരിച്ചിറങ്ങാൻ തുടങ്ങും, ലോകം ഒരു ഇരുട്ടായി എന്നെ ചുറ്റി വരിയും. കുഞ്ഞാമൻ ഏത് സന്ദർഭത്തെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്? ഏതായിരുന്നു? തുടക്കം തന്നെയാണ് ഈ പാഠഭാഗത്തിൻ്റെ. വീട്ടിലാകെയുള്ള മണ്ണെണ്ണ വിളക്ക് കുഞ്ഞാമൻ പുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ അമ്മ അടുക്കളയിലേക്ക് കൊണ്ടുപോകും. ഈ സന്ദർഭത്തെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. 2 മാർക്കിന് ചോദിക്കാവുന്ന അടുത്ത ചോദ്യം നോക്കൂ. ജന്മിമാർ കുഞ്ഞാമൻ അടങ്ങുന്ന കീഴാള വിഭാഗങ്ങൾക്ക് കഞ്ഞി കൊടുത്തിരുന്നത് എങ്ങനെയായിരുന്നു? അത് ആ ആത്മകഥാഭാഗത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പാത്രത്തിൽ കൊടുക്കില്ല, മുറ്റത്ത് പോലും കൊടുക്കില്ല, തൊടിയിൽ മണ്ണ് കുഴിച്ച് ഇലയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അടുത്ത ചോദ്യം. ആത്മാഭിമാനമല്ല, എന്തിനേയും ആ വേവൽ വെണ്ണീറാക്കുമായിരുന്നു, സൂചിതമെന്ത്? അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇത് ശരിക്കും ആ ആത്മകഥാഭാഗത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ്. ആത്മാഭിമാനമല്ല, എന്തിനേയും ആ വേവൽ വെണ്ണീറാക്കുമായിരുന്നു, സൂചിതമെന്ത്? വിശപ്പ് കഠിനമാണ്, വിശന്നാൽ മനുഷ്യൻ മറ്റെല്ലാം മറക്കുന്നു. ഇവിടെ വേവൽ എന്ന് പറയുന്നത് വിശപ്പിനെയാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ചോദ്യം. കുഞ്ഞാമൻ്റെ സമുദായക്കാർ പരമ്പരാഗതമായി ചെയ്തിരുന്ന ജോലികൾ എന്തൊക്കെയായിരുന്നു? കുഞ്ഞാമൻ്റെ സമുദായക്കാർ പരമ്പരാഗതമായി ചെയ്തിരുന്ന ജോലികൾ എന്തൊക്കെയായിരുന്നു? ഓലക്കുട ഉണ്ടാക്കൽ, ഉയർന്ന ജാതിക്കാരുടെ വീട്ടിൽ സദ്യയോ അടിയന്തിരമോ ഉണ്ടാകുമ്പോൾ വാഴയില മുറിച്ചു കൊടുക്കൽ, ഇതൊക്കെ അവരായിരുന്നു ചെയ്തിരുന്നത്. അടുത്ത 2 മാർക്കിൻ്റെ ചോദ്യം. ലക്ഷ്മിയേടത്തി ഒളിച്ചു വെക്കുന്ന ഉപ്പുമാവ് കുഞ്ഞാമൻ മൂത്രപ്പുരയിലിരുന്നാണ് കഴിച്ചിരുന്നത്, കാരണം എന്ത്? അതെന്താ? പകൽ വെളിച്ചത്തിൽ പുറത്ത് ഒക്കെ ഇരുന്ന് കഴിച്ചാൽ എന്താണ് കുഴപ്പം എന്നുള്ളതാണ്. അപ്പോൾ ലക്ഷ്മിയേടത്തി ഒളിച്ചു വെക്കുന്ന ഉപ്പുമാവ് കുഞ്ഞാമൻ മൂത്രപ്പുരയിലിരുന്നാണ് കഴിച്ചിരുന്നത്, കാരണം എന്ത്? അതിൻ്റെ ഉത്തരം ഇതാണ്. ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ കുഞ്ഞാമൻ ഉപ്പുമാവ് കഴിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ ലക്ഷ്മിയേടത്തിയുടെ പണി പോകും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒളിച്ചു കഴിച്ചത്. കാരണം എന്താണ്? കാരണം അന്ന് LP വിദ്യാർത്ഥികൾക്ക് മാത്രമേ സർക്കാർ വക ഉപ്പുമാവ് ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഇയാളും കഴിക്കുന്നത്. അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജോലി പോകുന്നുള്ളതാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം 2 മാർക്കിൻ്റെത്. എടാ, എൻ്റെ ഉപ്പുമാവ് തിന്ന് പഠിച്ചിട്ടാണ് നിനക്ക് റാങ്ക് കിട്ടിയത്, ആര് ആരോട് എപ്പോൾ പറഞ്ഞു? അങ്ങനെയും ചോദിക്കും 2 മാർക്കിന്. കുഞ്ഞാമൻ MAക്ക് 1ാം റാങ്ക് കിട്ടിയപ്പോൾ ലക്ഷ്മി എടത്തിയാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്താ ചോദ്യം? എടാ, എൻ്റെ ഉപ്പുമാവ് തിന്ന് പഠിച്ചിട്ടാണ് നിനക്ക് റാങ്ക് കിട്ടിയത്, ആരോട് എപ്പോൾ പറഞ്ഞു? കുഞ്ഞാമന് MAക്ക് 1ാം റാങ്ക് കിട്ടിയപ്പോൾ ലക്ഷ്മി എടത്തിയാണ് കുഞ്ഞാമനോട് ഇങ്ങനെ പറയുന്നത്. അടുത്ത ചോദ്യം. നിന്റെ കയ്യിൽ വെച്ചാൽ ഇതുകൊണ്ട് അരി വാങ്ങും, ഇത് അവനെ അടുത്ത കൊല്ലം കോളേജിൽ അയക്കാനുള്ളതാണ്, സന്ദർഭമേത്? നിന്റെ കയ്യിൽ വെച്ചാൽ ഇതുകൊണ്ട് നീ അരി വാങ്ങും, ഇത് അവനെ അടുത്ത കൊല്ലം കോളേജിൽ അയക്കാനുള്ളതാണ്, സന്ദർഭമേത്? ഉത്തരം ഇതാണ്. കുഞ്ഞാമൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ലബ്സം ഗ്രാൻഡായി കിട്ടിയ 40 രൂപ വേണുമാഷ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കീശയിലിട്ട് പറഞ്ഞതാണിത് കേട്ടോ. എന്ത്? നിന്റെ കയ്യിൽ വെച്ചാൽ ഇതുകൊണ്ട് അരി വാങ്ങും, ഇത് അവനെ അടുത്ത കൊല്ലം കോളേജിൽ അയക്കാനുള്ളതാണ് എന്നുള്ളത്. അടുത്ത ചോദ്യം. ദിവസം മുഴുവൻ ജലപാനം കഴിച്ചിട്ടില്ല, ഒരു ചായ വാങ്ങിത്തരാമോ, സന്ദർഭമേത്? ദിവസം മുഴുവൻ ജലപാനം കഴിച്ചിട്ടില്ല, ഒരു ചായ വാങ്ങിത്തരാമോ, സന്ദർഭമേത്? ആ ക്ലാസ് കേട്ടാൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ടാവും. അഡ്മിഷന് വേണ്ടി കോളേജിൽ പോയ ദിവസം ഒരു പോലീസുകാരനോട് കുഞ്ഞാമൻ ചോദിക്കുന്നതാണ് സന്ദർഭം. എന്ത്? ദിവസം മുഴുവൻ ജലപാനം കഴിച്ചിട്ടില്ല, ഒരു ചായ വാങ്ങിത്തരാമോ? പഠനകാലത്ത് താൻ എഴുതിയ നാടകം താൻ തന്നെ നശിപ്പിച്ചു കളഞ്ഞതായി കുഞ്ഞാമൻ പറയുന്നു, കാരണം എന്ത്? എന്തിനായിരുന്നു കുഞ്ഞാമൻ എഴുതിയ നാടകം കുഞ്ഞാമൻ തന്നെ നശിപ്പിച്ചു കളഞ്ഞത്? ഉത്തരം ഇതാണ്. നാടകം അവതരിപ്പിച്ചപ്പോൾ ജനകീയ സാംസ്കാരിക പ്രസ്ഥാനക്കാരും മറ്റും അന്വേഷിച്ചു വന്നു കുഞ്ഞാമനെ. അത് അപകടമാകുമെന്ന് അദ്ദേഹത്തിന് തോന്നി, കാരണം അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ആരുമില്ലെന്ന ബോധമായിരുന്നു ആ തോന്നലിന് കാരണം. അതിനാലാണ് ആ നാടകം സ്വയം നശിപ്പിച്ചു കളഞ്ഞത്. ഓക്കെ, നാടകം അവതരിപ്പിച്ചപ്പോൾ ജനകീയ സാംസ്കാരിക പ്രസ്ഥാനക്കാരും മറ്റും അന്വേഷിച്ചു വന്നു, അത് അപകടമാകുമെന്ന് അദ്ദേഹത്തിന് തോന്നി, അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ആരുമില്ലെന്ന ബോധമായിരുന്നു ആ തോന്നലിന് കാരണം. അതിനാലാണ് ആ നാടകം
അദ്ദേഹം തന്നെ നശിപ്പിച്ച് കളഞ്ഞത്. അടുത്ത ചോദ്യം, ഞാൻ പിച്ചക്കാരനാണ്, എൻ്റെ മാതാപിതാക്കളും പിച്ചക്കാരാണ്, സന്ദർഭമേത്? ഞാൻ പിച്ചക്കാരനാണ്, എൻ്റെ മാതാപിതാക്കളും പിച്ചക്കാരാണ്, സന്ദർഭമേത്? തൻ്റെ റൂംമേറ്റിനോട് തന്നെക്കുറിച്ച് ദാറ്റ് ബെഗർ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ നേരിൽ കണ്ടപ്പോഴാണ് കുഞ്ഞാമൻ ഇങ്ങനെ പറഞ്ഞത്. അടുത്ത ചോദ്യം, നീ ഒരു കഴുതയാണ്, 1ാം റാങ്ക് കഴുതകൾക്കുള്ളതാണ്, ആരോട് എപ്പോൾ പറഞ്ഞതാണിത്? എന്താണ്? നീ ഒരു കഴുതയാണ്, 1ാം റാങ്ക് കഴുതകൾക്കുള്ളതാണ്, ആരോട് എപ്പോൾ പറഞ്ഞു? റാങ്ക് കിട്ടിയപ്പോൾ സഹപാഠി കുഞ്ഞാമനോട് പറഞ്ഞതാണിത്. അടുത്ത ചോദ്യം, കടം കിട്ടണമെങ്കിൽ നല്ല വേഷത്തിൽ വരണം എന്ന് സഹപാഠി കുഞ്ഞാമനോട് പറയുമ്പോൾ കുഞ്ഞാമന് അനുഭവപ്പെട്ടത് എന്താണ്? നമ്മളെപ്പോലെ തന്നെ കഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളിൽ നിന്ന് ഭിന്നമായ വ്യത്യസ്തമായ ഒരു മനോഭാവത്തോടെ മുന്നിൽ നിൽക്കുന്നതായാണ് കുഞ്ഞാമന് തോന്നിയത്. അടുത്ത ചോദ്യം, റാങ്ക് വലിയൊരു കാര്യമാണെന്ന് കുഞ്ഞാമന് തോന്നാത്തത് എന്തുകൊണ്ട്? ഉത്തരം, വീട്ടിലെ കൊടും പട്ടിണി കാരണം. ഇനിയുള്ള ചോദ്യങ്ങൾ 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. എന്ന് പറയുമ്പോൾ ഒരു പുറത്തിൽ കവിയാതെ, അതായത് ഒരു പേജിൽ എഴുതേണ്ട ഉത്തരമാണ് അതിന് വേണ്ടത് കേട്ടോ. അതിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം നോക്കൂ. വീടിനടുത്തുള്ള ഒരു ജന്മിയുടെ വീട്ടിൽ കഞ്ഞിക്കു ചെന്നപ്പോൾ ഉണ്ടായ അനുഭവം കുഞ്ഞാമൻ വിശദീകരിക്കുന്നത് എങ്ങനെ? അപ്പം വിശദീകരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ രീതിയിൽ ഒരു പേജിലൊക്കെ ഉൾക്കൊള്ളുന്ന രീതിയിൽ വേണം നിങ്ങൾ എഴുതാൻ. 6 മാർക്ക് ഉണ്ടല്ലോ. അപ്പം വീടിനടുത്തുള്ള ഒരു ജന്മിയുടെ വീട്ടിൽ കഞ്ഞിക്ക് ചെന്നപ്പോൾ ഉണ്ടായ അനുഭവം കുഞ്ഞാമൻ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. 14 വയസ്സുള്ളപ്പോഴാണ് വീടിനടുത്തുള്ള ഒരു ജന്മിയുടെ വീട്ടിൽ കഞ്ഞിക്ക് ചെന്നു. മണ്ണിൽ കുഴിച്ച് കഞ്ഞി ഒഴിച്ചു തന്നു. അവിടെ ഭയങ്കരനായ ഒരു പട്ടി ഉണ്ടായിരുന്നു. എന്നോടൊപ്പം, കുഞ്ഞാമനോടൊപ്പം അവനോടും ചെന്ന് കുടിക്കാൻ പറഞ്ഞു വീട്ടുകാർ. കുഴിയുടെ അടുത്തേക്ക് കുരച്ചെത്തിയ പട്ടി കഞ്ഞി കുടിക്കാനുള്ള ആർത്തിയിൽ കുഞ്ഞാമനെ കടിച്ചു മാറ്റി. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മനുഷ്യനും പട്ടിയും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല അത്, 2 പട്ടികളുമായുള്ള ബന്ധമായിരുന്നു എന്ന് കുഞ്ഞാമൻ വിചാരിക്കുന്നു. 2 പട്ടികൾ കഞ്ഞിക്ക് വേണ്ടി മത്സരിക്കുന്നു. പട്ടി കടിച്ച മുറിവിൽ നിന്ന് ചോര വന്നപ്പോൾ ദേഷ്യമല്ല കുഞ്ഞാമന് തോന്നിയത്, തൻ്റെ അവസ്ഥയിലുണ്ടായിരുന്ന മറ്റൊരു ജീവി എന്ന അനുതാപം മാത്രമായിരുന്നു. അപ്പോൾ ആ ഭാഗമാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. അടുത്ത ചോദ്യം നോക്കൂ, 6 മാർക്ക്, ഒരു പേജ്. സാർ, എന്നെ ജാതിപ്പേര് വിളിക്കരുത്, കുഞ്ഞാമൻ എന്ന് വിളിക്കണം എന്ന് കുഞ്ഞാമന് പറയേണ്ടി വന്ന സാഹചര്യം ഏത്? അങ്ങനെ പറഞ്ഞതിന് ശേഷം കുഞ്ഞാമനുണ്ടായ അനുഭവം എന്ത്? അപ്പോൾ രണ്ടും എഴുതണം ആ ഒരു പേജിൽ തന്നെ. അതായത് അങ്ങനെ കുഞ്ഞാമന് മാഷോട് പറയേണ്ടി വന്ന അവസ്ഥയും എഴുതണം, അതിനുശേഷം കുഞ്ഞാമനുണ്ടായ അനുഭവവും വേണം എഴുതണം. അപ്പോൾ എന്തായിരിക്കും ഉത്തരം? കുട്ടികൾക്ക് ഭയവും ബഹുമാനവും ഉണ്ടായിരുന്ന ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു 3ാം ക്ലാസ്സിൽ. അദ്ദേഹം കുഞ്ഞാമനെ പേര് വിളിക്കില്ല, പാണൻ എന്നാണ് വിളിക്കുക. ബോർഡിൽ കണക്ക് എഴുതിയിട്ട് പറയും, പാണൻ പറയടാ എന്ന് പറയും. സായികെട്ടൊരിക്കൽ കുഞ്ഞാമൻ പറഞ്ഞു, സാർ എന്നെ ജാതി പേര് വിളിക്കരുത്, കുഞ്ഞാമൻ എന്ന് വിളിക്കണം. അതാട്ടോ ആ സന്ദർഭം. എന്താടാ നിന്നെ ജാതിപ്പേര് വിളിച്ചാൽ എന്ന് ചോദിച്ച് ചെകിട്ട താഞ്ഞടിക്കുകയാണ് അന്നാ മാഷ് ചെയ്തത്. അയാൾ നാട്ടിലെ പ്രമാണിയാണ്. എവിടെടാ പുസ്തകം എന്ന് ചോദിച്ചു. ഇല്ലെന്ന് കുഞ്ഞാമൻ പറഞ്ഞപ്പോൾ കഞ്ഞി കുടിക്കാനാണ് വന്നത്, പഠിക്കാനല്ല എന്നായി പരിഹാസം. അടിയേറ്റ് വിങ്ങിയ കവിളുമായാണ് അന്ന് കുഞ്ഞാമൻ വീട്ടിലെത്തിയത്. അമ്മയോട് കാര്യം പറഞ്ഞു. അപ്പം അമ്മ എന്താ പറഞ്ഞെന്നറിയോ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മോനെ, നന്നായി വായിച്ച് പഠിക്കൂ. അന്ന് കുഞ്ഞാമൻ സ്കൂളിലെ കഞ്ഞികുടി നിർത്തി. ഉച്ചഭക്ഷണ സമയത്ത് ഒരു പ്ലാവിൻ്റെ ചോട്ടിൽ പോയിരിക്കും. കുഞ്ഞാമനെ മർദ്ദിച്ച മാഷ് ഒരു ദിവസം അടുത്ത് വന്നിട്ട് പറഞ്ഞു, കുഞ്ഞാമ പോയി കഞ്ഞി കുടിക്ക്. അന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് കുഞ്ഞാമനെ പേര് വിളിക്കുന്നത്. അപ്പോഴും പറയുന്നത് വേണ്ട സാറിനാണ്. ഞാനങ്ങനെ പറഞ്ഞത് കൊണ്ടാണോ എന്ന് മാഷ് ചോദിക്കുമ്പോൾ കുഞ്ഞാമൻ പറയാണ്, സാറ് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, കഞ്ഞി കുടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നിരുന്നതെന്ന് കുഞ്ഞാമൻ പറഞ്ഞു. പക്ഷേ ഇനി എനിക്ക് കഞ്ഞി വേണ്ട, എനിക്ക് പഠിക്കണമെന്ന് കുഞ്ഞാമൻ പറഞ്ഞു. ആ അധ്യാപകൻ്റെ മർദ്ദനം ജീവിതത്തിലെ വഴിത്തിരിവായി എന്ന് കുഞ്ഞാമൻ പറയുന്നു. കാരണം കഞ്ഞി കുടിക്കാനല്ല പഠിക്കുന്നത് എന്ന തിരിച്ചറിവുണ്ടായി. തുടർച്ചയായി വായന തുടങ്ങി. വാടാനംകുറിശ്ശിയിലെ വായനശാലയിൽ നിന്ന് പുസ്തകമെടുത്ത് വായിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ആ സന്ദർഭമാണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. അടുത്ത ചോദ്യം ഇതാണ്, 6 മാർക്ക്, ഒരു പേജ്. എനിക്കൊക്കെ കോളേജിൽ പോകാൻ പറ്റുമോ എന്ന് മാഷോട് ചോദിക്കുന്ന കുഞ്ഞാമൻ്റെ ഉള്ളിലെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും? ഇത് കുറേയൊക്കെ നിങ്ങൾക്ക് പാഠഭാഗത്തു നിന്നും ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ മനോധർമ്മത്തിനനുസരിച്ച് എഴുതാം. കാരണം അങ്ങനെ ചോദിക്കുമ്പം കുഞ്ഞാമൻ്റെ ഉള്ളിലുള്ള ചിന്തകൾ എന്തൊക്കെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. കാരണം ഇങ്ങനെ വേദന അനുഭവിക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സിലുള്ള ചിന്തകൾ എന്തൊക്കെയായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ പാഠഭാഗത്തിലുള്ള സന്ദർഭങ്ങളും എഴുതാം, അതിൻ്റെ കൂടെ നിങ്ങൾക്കും ആലോചിക്കാം ആ പാവം കുട്ടി അന്ന് എങ്ങനെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ മാഷോട് ചോദിക്കുന്നതാണ് കുഞ്ഞാമൻ, എനിക്കൊക്കെ കോളേജിൽ പോകാൻ പറ്റുമോ? അപ്പം മാഷ് പറയുന്നത് പറ്റും, നിനക്ക് പറ്റും, നീ ഉയരേണ്ടവനാണ് എന്നൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെ കൊണ്ടായി ഇവിടെ ചോദ്യം അതല്ല, പിന്നെ മാഷോട് ചോദിക്കുന്ന കുഞ്ഞാമൻ്റെ ഉള്ളിലെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെ ആവാനാ ചാൻസ്? പിന്നെ ഞാൻ ഈ ഒരു വിഭാഗത്തിലായിപ്പോയി, എൻ്റെ വിഭാഗത്തിലുള്ള ആരും പഠിച്ചിട്ടില്ല, പിന്നെ കഞ്ഞിക്ക് പോലും ബുദ്ധിമുട്ടാണ്, ദാരിദ്ര്യമാണ്, കഷ്ടപ്പാടാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാനും പട്ടിയും തമ്മിൽ അടിപിടി കൂടേണ്ടി വന്നിട്ടുണ്ട്, ഞാനെങ്ങനെ കോളേജ് പോലത്തെ ഒരു സ്ഥലത്ത് പോകാനൊക്കെയുള്ള യോഗ്യതയുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരിക്കാം കുഞ്ഞാമൻ എന്ന് പറയുന്ന ആ കുട്ടിയുടെ ഉള്ളിൽ അന്നുണ്ടാവുക. ആ ചിന്തകളെക്കുറിച്ചാണ് എഴുതേണ്ടത് കേട്ടോ.
അടുത്ത ചോദ്യം നോക്കിയേ. ജീവിതത്തിലെ മോശം അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോഴും കിട്ടിയ സ്നേഹത്തെക്കുറിച്ച് തുറന്നു പറയാൻ മടി കാണിക്കുന്നില്ല കുഞ്ഞാമൻ. സമർത്ഥിക്കുക. ജീവിതത്തിൽ ഇത്രയും മോശം അനുഭവങ്ങൾ പറയുമ്പോഴും കിട്ടിയ സ്നേഹത്തെക്കുറിച്ച് പറയാൻ മടി കാണിക്കുന്നില്ല. അത് നിങ്ങൾക്ക് പല സ്ഥലത്ത് അത് പല സന്ദർഭങ്ങൾ ഇതിലുള്ളത് ഉപയോഗിച്ച് പറയാൻ പറ്റും. കാരണം ഹോസ്റ്റൽ മുറിയിൽ 2 ഷർട്ട് വെച്ച് പോയൊരു കഥയുണ്ട്. എന്നിട്ട് പിറ്റേന്ന് ഒരാളെ കാണുമ്പം അയാൾ പറയുന്നുണ്ട്, എടാ ഞാൻ നിൻ്റെ ക്ലാസ്സിലാണ്, പേര് മാത്യു, ഞാൻ നിൻ്റെ മുറിയിൽ 2 ഷർട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്, അത് നിനക്കുള്ളതാണ്, എൻ്റെ പപ്പയ്ക്ക് ധാരാളം പണമുണ്ട്, എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ലല്ലോ, ചായയും പഴംപൊരിയും വാങ്ങിച്ചു കൊടുത്തൊരു സന്ദർഭം പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് അഭിനന്ദിച്ച ഭാഗങ്ങളൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ഈ കുഞ്ഞാമൻ്റെ ഈ എഴുത്ത് വളരെ ആത്മാർത്ഥമായ ഒരു എഴുത്താണ്. ദുരന്തം അനുഭവിച്ച ദുഃഖം പറയുമ്പോഴും കിട്ടിയ സ്നേഹത്തെക്കുറിച്ച് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ആ ക്ലാസ് മുഴുവൻ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വിഷയത്തിൽ ഒരുപാട് എടുത്ത് എഴുതാനുള്ളത് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. അടുത്ത ചോദ്യം നോക്കൂ, 6 മാർക്ക് 1 പേജ്. എം ഗോവിന്ദൻ കുഞ്ഞാമൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എങ്ങനെ? അതിപ്പോൾ എം ഗോവിന്ദനെ കുറിച്ചിട്ട് ഈ ആത്മകഥാഭാഗത്തിൽ പറയുന്നതാണ് എഴുതേണ്ടത്. അതായത് BA പഠിക്കുമ്പോൾ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാൻ ക്യാമ്പസിൽ ഒരാൾ വന്നിരുന്നു. എം ഗോവിന്ദൻ വലിയ വിദ്യാഭ്യാസമുള്ള ആളല്ല, റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്നു. ആരുമായി സംസാരിച്ചാലും അദ്ദേഹം അവരെ പിണക്കുകയേ ഉള്ളൂ. വിക്ടോറിയ കോളേജിൽ കുഞ്ഞാമനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് എന്ത് ചെയ്യും, സംസാരിക്കും. കേരള ഹരിജൻ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ എന്നൊരു സംഘടന ഉണ്ടാക്കി ഇതിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രസംഗങ്ങൾ നടത്തും. പുറത്തുനിന്ന് നിരവധി പേര് വരും. ഏറെ റാഡിക്കലായിട്ടല്ല എങ്കിലും ഇവരുടെയൊക്കെ പ്രശ്നങ്ങളെക്കുറിച്ച് ഇവരൊക്കെ സംസാരിക്കും. അതൊക്കെ നല്ല അനുഭവമായിരുന്നു എന്ന് കുഞ്ഞാമൻ ഓർക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടിയും സംസാരിക്കാൻ ഒരാളുണ്ട് എന്നൊരു തോന്നൽ ഗോവിന്ദൻ അന്ന് സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ ഭാഗമാണ് എഴുതേണ്ടത്. അടുത്ത ചോദ്യം ഇതാണ്, താൻ എഴുതിയ നാടകം കുഞ്ഞാമന് നശിപ്പിച്ച് കളയേണ്ടി വന്ന സാഹചര്യം ഏത് എന്നുള്ളതാണ്. അപ്പം കുഞ്ഞാമൻ പറയുന്നുണ്ട്, ഒരു പേജിലാണല്ലോ നമുക്കിത് എഴുതേണ്ടത് 6 മാർക്കിന്. BA പഠിക്കുമ്പോൾ കഥയും ലേഖനങ്ങളും എഴുതുമായിരുന്നു. പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ നൽകിയ ആവേശം ഉൾക്കൊണ്ട് അന്ന് 2 സീനുള്ള നാടകം എഴുതി കോളേജിൽ അവതരിപ്പിക്കുന്നുണ്ട് കുഞ്ഞാമൻ. അത് ശ്രദ്ധിക്കപ്പെട്ടു. ജനകീയ സാംസ്കാരിക പ്രസ്ഥാനക്കാരും മറ്റും അന്വേഷിച്ചു വന്നു. അത് അപകടമാകുമെന്ന് അദ്ദേഹത്തിന് തോന്നി. നമ്മളെ സംരക്ഷിക്കാനൊന്നും ആരും ഇല്ലല്ലോ എന്നൊരു ചിന്തയാണ്. ഭയാനകമായ ഒരു അവസ്ഥയായിരുന്നു അന്ന്. കുറേയിടത്തൊക്കെ അവതരിപ്പിച്ച ശേഷം അങ്ങനെ അദ്ദേഹം തന്നെ ആ നാടകം നശിപ്പിച്ച് കളയാണ് ഉണ്ടായത്. വ്യവസ്ഥിതിയോടുള്ള വെല്ലുവിളിയായിരുന്നു നാടകത്തിൻ്റെ പ്രമേയം. കഥാപാത്രമായ ഒരു പോലീസ് കോൺസ്റ്റബിൾ. പാവപ്പെട്ട കുടുംബത്തെ ഉപദ്രവിക്കേണ്ട കർത്തവ്യം അയാളിൽ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ യൂണിഫോം ഊരി ജോലിയിൽ നിന്ന് അയാൾ പുറത്തു വരുന്നതായിരുന്നു അതിൻ്റെ പ്രമേയം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം ഇതാണ്, 6 മാർക്ക് 1 പേജ്. റാങ്ക് നേട്ടം കുഞ്ഞാമൻ്റെ ചിന്തകളെ സ്വാധീനിച്ചിട്ടുണ്ടോ? ചർച്ച ചെയ്യുക. അപ്പോൾ റാങ്ക് നേട്ടം കുഞ്ഞാമൻ്റെ ചിന്തകളെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് പഠിക്കാനുള്ള ഭാഗത്തിൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. 1ാം റാങ്ക് കിട്ടിയതിൽ അഭിമാനം തോന്നിയിട്ടില്ല. കാരണം വയറ് വിശക്കുന്നവന് അഭിമാനമില്ല, ദരിദ്രർക്ക് അഭിമാനമില്ല, ഉണ്ടെങ്കിൽ തന്നെ ദുരഭിമാനമാണ്. ഭക്ഷണം കഴിച്ചാലേ അഭിമാനം വരൂ എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഹെഗൽ 1820 എഴുതിയ ഫിലോസഫി ഓഫ് റൈറ്റ് എന്ന കൃതിയിൽ പറയുന്നുണ്ട്, സമ്പത്തുള്ളവനെ സ്വാതന്ത്ര്യമുള്ളൂ. എനിക്കൊരിക്കലും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് കുഞ്ഞാമൻ പറയുന്നു. നാട്ടിൽ സാമ്പത്തികമായി മെച്ചപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വന്നവർക്ക് ധൈര്യമുണ്ടായിരുന്നു, ആത്മാഭിമാനമുണ്ടായിരുന്നു, സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ജീവിതത്തിൽ എനിക്കിപ്പോഴും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇതൊരു മൗലിക കാര്യമാണ്, തലച്ചോറല്ല. ശരീരത്തിൻ്റെ പ്രധാന അവയവം വയറാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാത്തവന് അഭിമാനമെന്നൊന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, റാങ്ക് എന്നെ ഒരു വിധത്തിലും സന്തോഷിപ്പിച്ചില്ല. ഒരു ചായക്കത് എന്നെ സഹായിച്ചിട്ടില്ല, കുറേ വേദന നൽകിയതല്ലാതെ. സാമൂഹിക ജീവിതത്തിൽ പ്രസക്തമായതൊന്നുമല്ല എന്ന് എനിക്ക് തോന്നി. മറ്റു ചിലർക്ക് ഇത് പ്രയോജനപ്പെട്ടേക്കാം, എന്നാൽ എന്നെപ്പോലുള്ളവർക്ക് ഇതൊരു ഗുണവും ചെയ്യില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത്. പല സ്വീകരണങ്ങളിലും പങ്കെടുത്തിരുന്നുവെങ്കിലും ഈ ഒരു യാഥാർത്ഥ്യബോധം അദ്ദേഹത്തെ വിട്ടുപോയിട്ടില്ല എന്ന് കുഞ്ഞാമൻ പറയുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 10 മാർക്കിൻ്റെ essay ക്വസ്റ്റ്യൻ ആണ്. അതായത് 3 പേജിലാണ് എഴുതേണ്ടത്, 3 പുറത്തിൽ. അപ്പോൾ ചോദ്യം നോക്കൂ, എം കുഞ്ഞാമൻ്റെ ആത്മകഥ കടന്നുപോയ ഒരു കാലഘട്ടത്തിൻ്റെ അടയാളപ്പെടുത്തലാണോ ചർച്ച ചെയ്യുക? ഈ രീതിയിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, വിശപ്പാണ് കുഞ്ഞാമൻ്റെ ആത്മകഥയിലെ പ്രധാന കഥാപാത്രം, ചർച്ച ചെയ്യുക. ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് വിശദീകരിച്ച് ഇത് മുഴുവൻ എഴുതാൻ പറ്റുമല്ലോ. വിശപ്പാണെന്ന് പറയുമ്പം വിശപ്പിൻ്റെ പ്രശ്നം തന്നെയല്ലേ ഇതിൽ മുഴുവൻ പറയുന്നത്. വിശദീകരിച്ച് നമുക്ക് 3 പുറത്തിൽ എഴുതാം. ഇനി 10 മാർക്കിന് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യരെ കൂടി ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഈ മണ്ണ്. കുഞ്ഞാമൻ്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വിശദീകരിക്കുക. ഇവിടെ എങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് കുഞ്ഞാമൻ്റെ അനുഭവങ്ങൾ പറയുമ്പോഴും കുഞ്ഞാമനെയും ഉൾക്കൊണ്ടല്ലോ ഈ മണ്ണ്. കുഞ്ഞാമൻ ഭാവിയിൽ ഉയർന്ന നിലയിൽ എത്തുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യരെ കൂടി ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഈ മണ്ണ് എന്നുള്ള ആ ഒരു സെൻറ്റൻസിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ 3 പേജ് essay എഴുതാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. നമുക്ക് നിങ്ങൾ ഇതിൻ്റെ താഴെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള കമൻ്റ് ഇടണം. ആവശ്യമെങ്കിൽ നമുക്ക് മറ്റ് പാഠങ്ങളുടെയും ചോദ്യോത്തരങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങളിത് ആദ്യം ഇതിൻ്റെ ക്ലാസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണും കേട്ടോ, കൃത്യമായിട്ട് കാണും ഒരു പ്രാവശ്യം. ഇതിൻ്റെ ക്ലാസ്സിൻ്റെ ലിങ്ക് താഴെ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ
വീണ്ടും കാണാം. താങ്ക്